അപ്പോഴേ 4 മണി കാപ്പിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം. ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ? ഞാൻ 10 മിനിറ്റിൽ ഉണ്ടാക്കുന്നതാണ്. കുറച്ചു നേരം നിന്നാ ഞാൻ അതിന്റെ റെസിപ്പി കാണിച്ചത്. അപ്പൊ നോക്കാം. നടൻ വെള്ളത്തിൽ ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ എന്ന് പറഞ്ഞ മാതിരിയാണ്. നമുക്ക് നമ്മുടെ പാത്രം എടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടെ. വെള്ളം എന്തിനാന്ന് വെച്ചാൽ പൊടി കുഴയ്ക്കാനാണ്. എല്ലാവരും പൊടി ഇട്ടിട്ടാണ് സാധാരണ വെള്ളം ഒഴിക്കുക. ഞാൻ ഇവിടെ നേരെ തിരിച്ചാട്ടോ. ആദ്യം വെള്ളം എടുക്കും, പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോ നമുക്ക് റെസിപ്പി നോക്കാം. എന്റെ കൂടെ. അപ്പൊ നമ്മുടെ പാത്രമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അധികം ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറുത്തേൽ ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഉഴുന്നാണേ. ഉഴുന്ന് പൊടിച്ചു വെച്ചേക്കുന്നതാണ് ഞാൻ. കുറച്ച് ഉഴുന്നിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് പഴംപൊരിക്ക്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇവിടെ 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ ഈ അളവിലെടുക്കുന്നത്. ആവശ്യത്തിന് എടുത്തോണം. ഒരുപാട് പേരുള്ളവരെ ആവശ്യത്തിന്. കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഇത് കുറച്ച് മതി കേട്ടോ അരിപ്പൊടി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കറുമുറാന്നായിപ്പോ. അപ്പൊ നമുക്കിതൊന്ന് നല്ലോണം ഇറക്കിയെടുക്കാമേ. ലേശം കൂടി വെള്ളം വേണം കേട്ടോ. ഇത്രയും മതി. ഇതാ പാകം. ഇങ്ങനെ വിട്ടുവിട്ട് വീഴണം. ഒത്തിരി മുറുകി കഴിഞ്ഞാലും പ്രശ്നമാണ്, ഒത്തിരി വെള്ളമായാലും പ്രശ്നമാണ്. ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. ഒത്തിരി മുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. ഇത് വേണമെങ്കിൽ കുറച്ചു നേരം വെച്ചിരുന്നിട്ട് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടമാണ്. പെട്ടെന്ന് സമയമില്ലാത്ത നേരത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചൊരു സോഫ്റ്റ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ 2 പഴം എടുത്തിട്ടുണ്ട്. 2 പഴം എടുത്തിട്ടുണ്ട്. ഒരെണ്ണായാലും മതി കേട്ടോ. ചിലർ 3ആയിട്ട് മുറിച്ചിടുന്നവരുണ്ട്. ഞാൻ ചെറിയ പീസായിട്ടാണ് മുറിക്കുന്നത്. അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം പഴുക്കാത്ത പഴമാണ്. അപ്പം നമുക്ക് 3ആയിട്ട് മുറിച്ചിടാതെ. ശരിക്കും ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. അപ്പം ഒരെണ്ണം മതി കേട്ടോ. ഒരു പഴം മതി കേട്ടോ. 3 ആയിട്ട് മുറിച്ചില്ല, അപ്പൊ 6 എണ്ണം ഉണ്ട്. അത് ധാരാളം.
ഇത് നമുക്ക് നല്ലോണം ഇതിൽ കുഴച്ചെടുക്കാം. കയ്യിൽ പറ്റിക്കണ പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകാൻ പോകേണ്ടി വരും. അതുകൊണ്ട് കയ്യിൽ പറ്റിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ഇത് മുറിക്കുന്നത് വരെ കൈ കഴുകിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കൈ ഉപയോഗിച്ചൊരു പണിയാണ്. നമുക്കിത് ഇതാ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ അതേ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുങ്ങി പോകാൻ പരുവത്തിനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് എണ്ണ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇപ്പൊ തന്നെ നോക്കിക്കേ, ഇത് ക്രിസ്പി ആയില്ലേ? ഇതിപ്പോ മീൻ പൊരിക്കുന്ന പോലെ എല്ലാം കൂടി പൊട്ടിപ്പിടിച്ചു പോയോണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ എല്ലാം മാറ്റിയിരുന്നു. ഇപ്പൊ നമ്മുടെ ഇതാ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. വിട്ടുവരാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞ മതി. അപ്പോൾ അതേ നമ്മുടെ സൂപ്പർ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. രണ്ടുപേരും എന്നിട്ടും വിട്ടിട്ടില്ല. ഇതേ ഇവിടെ കുറച്ച് നമുക്കിവിടെ കുറച്ച് മൈദ വെറുതെ ഇരിപ്പുണ്ട്. ഞാനിത് കളയത്തില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇതേ ചെയ്യാം. നമ്മുടെ പഴംപൊരിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അതിൻ്റെ അകത്തേക്ക് നമുക്കിതേ പത്തിരിയും കൂടി ഇടാം. അപ്പം അതേ നമ്മുടെ പഴംപൊരിയും പത്തിരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പഴംപൊരിയുടെ ബാക്കി മാവ് കൊണ്ട് ഉണ്ടാക്കിയ പത്തിരിയാണിത്. മഹിള വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചുട്ടെടുത്താണ്. ബീഫ് വേണം, ബീഫിൻ്റെ കൂടെ കഴിക്കാം. വെറുതെ കഴിക്കുന്ന വെറുതെ കൂടെ കഴിക്കാം. പാൽ ചായയുടെ കൂടെ കഴിക്കാം. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. എല്ലാവരും എന്തിൻ്റെ കൂടെ കഴിച്ചാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പരിപാടിയില്ലെന്നേ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് പഫ് ആയിട്ട് വരികയില്ലേ, അങ്ങനത്തെ പരിപാടി ഇല്ലെന്നേ ഉള്ളൂ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നു, വീട്ടിൽ കഴിക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. നല്ല അടിപൊളിയാണോ? ഇവിടെ ഞാനൊരു പൂവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. 7 മണി വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനത് കഴിച്ചു.